ആഹാ ഇതെന്നാ സംഭവം കാടോടെ ഇളകി വന്നിട്ടുണ്ടല്ലോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അക്വേറിയം പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ അക്വേറിയത്തിൻ്റെ അത് പ്ലാന്റ് വെച്ച് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുന്നു, അത്ര തന്നെ. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായി കഴുകി വൃത്തിയാക്കി വെച്ച പൂഴി, പിന്നെ കല്ല്, പിന്നെ ഞാൻ എടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. അതുകൊണ്ടാണ് 1 വീക്ക് കഴിഞ്ഞ ഉടനെ അത് നന്നായി നാശമായി പോയിട്ടുണ്ട്. പിന്നെ ഈ സ്പൈഡർ പ്ലാന്റ് വെച്ച് അതിനുശേഷം ലെയർ ബൈ ലെയർ ആയിട്ട് പിന്നെയും നമ്മൾ പൂഴി ഇടുക, പിന്നെയും ഒരു സ്റ്റെപ്പ് കല്ലിടുക, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം എന്ന് വെച്ചാൽ അത് അപ്പാടെ അതിലൊഴിക്കരുത്. നമ്മൾ അത്രയും കെയർഫുൾ ചെയ്ത് ആ ബൗളിൻ്റെ സൈഡിലേക്കാക്കി നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അടിയിലിട്ട പൂഴിയൊക്കെ വെള്ളത്തിൽ കലങ്ങി മേലേക്ക് പൊന്തി വരും. വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേഞ്ചാക്കി. അപ്പോൾ ഉള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ സ്പൈഡർ പ്ലാന്റിന് വെള്ളത്തിൽ അധികം ജീവനോടെ അത് നിൽക്കില്ല കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞ ഉടനെ അത് നല്ല നാശമായിപ്പോയി. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വെള്ളം ഒഴിക്കാൻ മാറ്റേണ്ടി വന്നത്. ഞാൻ ഈ ഒഴിക്കുന്നത് ബ്ലൂ നട്ടുള്ള ഒരു ലിക്വിഡാണ്. മീനിൻ്റെ വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 1-2 ഡ്രോപ്പ് ചെയ്യുന്നത് മീനിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ആ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ട്രെൻഡാണല്ലോ ഈ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ റൂട്ടൊക്കെ. അങ്ങനെ നമ്മൾ അതും കൂടി വെച്ച് കൊടുത്ത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അക്വേറിയമാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.